ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിൽ പലരും പറയുന്നൊരു കാര്യമാണ് നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസിനെ കുറിച്ചിട്ടല്ലേ. എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാണ്. അത്രത്തോളം വേദനകളും വിഷമവും അനുഭവിച്ചിട്ടുള്ള സമയം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം. എനിക്ക് എൻ്റെ പാരൻസ് അത്രത്തോളം ട്രോമാസ് തന്നിട്ടാണ് വളർത്തിയെന്നുള്ള കാര്യം. യെസ്, നിങ്ങളുടെ പെയിൻ സത്യമാണ്, റിയലാണ്. പക്ഷെ നമ്മളിൽ എത്ര പേർ നമ്മളുടെ പാരൻസിനെ കുറിച്ചും ചിന്തിച്ചിട്ടുണ്ട്? അവരും ഇതേപോലെ എന്തൊക്കെ ട്രോമാസിലൂടെ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലുമെല്ലാം ട്രോമാസിലൂടെ കടന്നു വന്നവരായിരിക്കും. സോ ആ അൺഹീൽഡ് ആയിട്ടുള്ള പാരൻസാണ് നമ്മളെ വളർത്തുന്നത്. സോ അൺഹീൽഡ് ആയിട്ടുള്ള മുറിവുകളുള്ള ഒരു വ്യക്തിയിൽ നിന്ന് എത്രത്തോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? യു ഡോണ്ട് നീഡ് ടു ജസ്റ്റിഫൈ ഓർ എക്സ്ക്യൂസ് എനിത്തിങ്, ബട്ട് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദം. ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്ക് എൻ്റെ ട്രോമാസ് വലുതെന്ന് പറഞ്ഞതുപോലെ അവർക്കും അവരുടെ ട്രോമാസ് വലുതായിരിക്കും. അവരും ആ പാതയിലൂടെ കടന്നു വന്നവരായിരിക്കും. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഈ ഒരു പ്രായത്തിൽ നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്. മേ ബി ചെറുപ്പകാലത്ത് നിങ്ങളോട് ചെയ്തിട്ടുള്ള ആ വേദനകൾ കൊണ്ടായിരിക്കും, ചിലപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് തന്നെ ആയിരിക്കും അവരിപ്പോഴും നീറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. സോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വലിയ കാര്യമാണ് ജസ്റ്റ് forgive them, understand them, validate the effort they made, even if imperfect.